ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സ്കൾ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പം നമ്മുടെ റോബോട്ട് കൂട്ടനാടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ തോന്നുന്നു. പിന്നെ നമ്മുടെ ബേസിന് കുറച്ച് അപ്ഡേറ്റും ഉണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു സങ്കട വാർത്തയുണ്ട്. സന്തോഷ വാർത്ത രണ്ടെണ്ണം ഉണ്ട്, സങ്കട വാർത്ത. പിന്നെ ഫസ്റ്റത്തെ സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ കണ്ടോ, അയം കിടക്കുന്നത് കണ്ടോ. ഇതേതായി 4 അതാണ് കിട്ടുക. ഓക്കെ, സെക്കൻഡത്തെ എന്ന് വെച്ചാൽ അതിനു മുമ്പ് എനിക്ക് ബേസിൻ്റെ പിന്നെ അടുത്തത് ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഒരു സോംബി നാളെ പാവം വില്ലേജറിന. യോ പെണ്ണി തീർക്കോ. മതിയാ, എന്റെ വില്ലേജർ മാമോനെ എല്ലാം തീർന്നോ? തീർന്നാൽ നമുക്ക് വിഷയമൊന്നുമില്ല, കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരുവാ. അതിന് മുമ്പ് ഫുഡ് എന്താ കഴിക്കട്ടെ, അല്ലെങ്കിൽ പാട്ടിനെ ഇറങ്ങിയാവും. അതാണ് കിട്ടുമ്പോഴത്തെ റോട്ടും ഡെലീഷ്യസ് ചുമ വരെ വന്നുപോയി. ഇവിടെ ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇത് ഫ്രീ വൂൾ ഫാം. പറയൂ, ഫ്രീ വൂൾ ഫാം. 3 വൂള്, സോറി 17 വൂള്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വേട്ടാവളിയന്മാരും ഇല്ലേ. ക്രീപ്പറിനെ എനിക്ക് പേടി. പിന്നെന്താണ് പിന്നില്ല ബേസ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ താമസം ഉണ്ടാക്കിയ ലാസ്റ്റ് ഉണ്ടാവുക റൂഫ് മാത്രം അവിടെ പൊന്തിക്കുന്നു. സോംബി എന്തൊക്കെ ളനൊക്കെ. സെക്കൻഡത്തെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു കിണർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കിണർ ഇതിനെ കൂടെ ഒരു സീക്രട്ട് പാർട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈശ്വരായവന്മാരെ കൊണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ സീക്രട്ട് സുന. ഓക്കെ, അപ്പം ഇതിൻ്റെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം തൽക്കാലത്തേക്ക് നമുക്ക് അവിടെ പെൻഡിങ്ങിലിടാം. സീരീസ് കഴിയാനാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ സീക്രട്ട് സുനകളൊക്കെ ഉണ്ടാക്കി വെക്കാം. പിന്നെ ഈ വെള്ളത്തിൻ്റെ സുന പോകുന്നത് നേരെ ആ ഒരു കടൽ പോലത്തെ സുനയില്ലേ, അങ്ങോട്ടേക്കാണ് കടൽ കായൽ പോലത്തെ. പിന്നെ അനദർ സുന നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണത് അതാണ് വെള്ളം. ക്രീപ്പറില്ലല്ലോ, പേടിയാണ് കൊണ്ട്. ചാവും. ഓക്കെ, നമുക്കൊന്നും പോണ് വേണ്ട, ഞാൻ കാണിച്ചു തരാം. പിന്നെ അനദർ സുന ഈസ് ദിസ് തിങ്. എവിടെടാ ദിസ് തിങ്. ഇതിന് വേണ്ടി ഈ ലാഗൊന്ന് കുറയ്ക്കുന്ന സുനയുണ്ടോ നോക്കിച്ചേട്ടെ. കേസ് അപ്പോൾ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിൽ മാറ്റം എന്തൊക്കെയാണെന്ന് പറയാം. കേക്ക് അയച്ചിട്ടാകുമ്പോൾ എന്താണ് ഫസ്റ്റ് തന്നെ വന്നത് ഇതാണ് ഒരു മരം, ഒരു കുളത്തിനുള്ളിൽ കുറേ ഇല, പച്ചപ്പ്, ഹരിതാപം, മണ്ണ്, സാൻഡ്. മുങ്ങിപ്പോയേ നാട്ടുകാർ ഓടിയിരുന്നേ. പിന്നെ ഈ ഇല കണ്ട, ഈ ഇല എൻ്റെ ഒരു ബ്രില്യൻറ്റ് പ്ലാനായിരുന്നു. പക്ഷേ പാടെ സംശയം ഇതിൻ്റെ അടിയിലേക്ക് പോകലേ. പിന്നെ ഇവിടെ എന്താണ് അതാണ്ട് ഇവിടെ ഇതിൻ്റെ പേര് ഷുഗർ
ഷുഗർ കെയിൻ ഫാർം നമ്മളെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഭാവിക്ക് നമ്മൾ പോകും, ഡ്രാഗനെ കൊല്ലും, വിലയിട്ടെടുക്കും. അതൊക്കെ ആലോചിക്കുമ്പോ പറന്ന് നടക്കാം. ഓക്കെ 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 നമ്മള് ഇത്രയും ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഇതൊക്കെ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ മോഡൽ സ്നാപ്പി ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. പക്ഷെ അതിനു മുമ്പ് ഗൈസ് നമുക്ക് എവിടെ നിന്നാണ് അയൺ കിട്ടിയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ക്രിയേറ്റീവ് മോഡ് പോയി എടുത്തതാണോ? ആണോ അല്ല. തടെ ഇത് കണ്ടോ നിങ്ങൾ? ഇതെന്താണെന്ന് മനസ്സിലായോ? അതെ, ഇതാണ് അയൺ ഫാം. അന്നേരം കുറെ വില്ലേജർമാർ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടാവും. പിന്നെ അന്നേരം നിങ്ങൾക്ക് വരുന്ന ഡൗട്ടായിരിക്കും, അപ്പൊ കള്ള നീ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തല്ലേ? അല്ല, അതടുത്തൊരു സത്യം. ശരിക്കും പറഞ്ഞാൽ ഞാനത് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാ, നമ്മുടെ ഇതില്ലേ, ഏത് നമ്മളെ മൈന് അല്ല, ഈ വലിയൊരു മല ഉണ്ടാവില്ല, ആ മലയുടെ മുകളിൽ സ്റ്റോണി പീക്സ്, അങ്ങനൊരു സുന കണ്ടുപിടിച്ചിട്ട് ആ സുനേന്ന് കിട്ടിയതാണ് എനിക്ക് ഈ അയണൊക്കെ. ആ വലിയ മല അത് അങ്ങനെ കണ്ടുപിടിച്ചെന്നല്ല, ഞെക്കത്രയൊന്നുമില്ല. എനിക്ക് അയൺ വേണമെന്ന് തോന്നുമ്പോൾ അവിടെ പോവും, മൈൻ ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്ത് ഇരിക്കുന്ന ആള്. ഇത് ഏത് ഭാഗത്താന്നൊക്കെ അങ്ങോട്ടോ ആണ്, ഇങ്ങോട്ടേക്കല്ല. ഞാൻ 2 അയൺ ഫാം ഉണ്ടാക്കിയത്. അതിന് 20-40 വില്ലേജസിനാണ് എനിക്ക് വേണ്ടി വന്നത്. ഇതിൻ്റെ ഉള്ളിൽ 20, അങ്ങ് അവിടെ ഒന്നുണ്ട്, അവിടെ 20 വേണമെങ്കിൽ ആ മണ്ടന്മാരെ കാണിച്ചു തരാം. എന്താ പ്രശ്നം അറിയില്ല, ഇത് വർക്കാവുന്നില്ല. പിന്നെ ബെഡ് റോക്ക് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും ആവില്ല. അവിടെ അയാളുടെ സുനകളൊക്കെ വേണ്ട. അയ്യോ, നിങ്ങളൊക്കെയാ കുരിപ്പ്. ശരി, ഇവന്മാർ പോളാ. ഞമ്മക്ക് ഒരു മിനിറ്റ്, ഞാൻ ഇത് ശരിയാക്കാനാ നോക്കട്ടെ. ഇനി ആൾക്കാരെല്ലാം കൂടി പോയിട്ടാണോ? അതൊരു ഡൗട്ടില്ലാതില്ല. കാരണം നമുക്കൊരു കാര്യം, എല്ലാവരും തള്ളിക്കൊന്നിച്ച് ഒന്നുകൂടി ബ്രീഡ് ചെയ്യാനൊക്കെ എൻ്റെ അടുക്ക കുറേ സിനിമകളുണ്ട്. ഐ മീൻ നമ്മുടെ ഇതുണ്ട്, ക്യാരക്ടർ പോലത്തെ. അയ്യോ ഓക്കെ. എടാ 3 കുട്ടികളാ, എനിക്ക് കാര കുട്ടികളാ. 3 കുട്ടി. സോറി. ഞാൻ ഇത് ഉറങ്ങാനെടുത്ത ബെഡിൽ ഇങ്ങനത്തെ ആയതാ തോന്നുന്നു. അവർക്കായി ഇരുമ്പ്. ഇവിടെ എല്ലാവർക്കും ജോലി ഉണ്ടോ നോക്കട്ടെ. എല്ലാവർക്കും ജോലിയൊക്കെ കാണുന്നുണ്ട്. ശരിക്കും ഇതിന്റെ പ്രശ്നം നിനക്കറിയില്ല. പാവേത് നമ്മളെ പൂച്ചകൾ കുറേ ചാവുന്നുണ്ട്. പാവ ജീവികൾ എന്തിനാന്ന് കൊല്ലുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ ട്യൂട്ടോറിയൽ കണ്ടതാണ്. പിന്നെ കണ്ണാണെന്നില്ലേ? അയ്യോ മരമായില്ല. ഞാൻ രക്ഷപ്പെട്ടെന്ന് വരട്ടെ. വീട് ടോർച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ ആടിനി വല്ല സോംബീസ് സ്പോണായി, അടുത്ത പ്രശ്നമായി. അതങ്ങനെയായി. പിന്നില്ല, അടുത്ത് നമ്മള് ഹാപ്പിനെസ് ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ അതാണ്ട് ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനല്ല കുഴിമാനപ്പോയി. ഓക്കെ,
ഇവിടെ നമുക്ക് എന്തുണ്ട്? അയ്യോ ഇല്ല, എന്തുണ്ട്? ഇതേതാ എടി, ഇതേതാ? ഇനി ആരാ മൂത്ത? ഇന്നിടെ കണ്ടിട്ടില്ല. അതാണ് അണ്ണന്മാർ വന്ന്. നമ്മുടെ സ്കെലട്ടൻ ഫാം, HP ഫാം. ഏതാ? കോപ്പറൊക്കെ രസമുണ്ട്. ഐറ്റം സോർട്ടർ വെച്ചോണ്ട് മുക്കാഭാഗം തൂപ്പിക്കളയും. ബട്ട് നമുക്ക് ഇപ്പം തൽക്കാലത്തേക്ക് തുപ്പി വെക്കണ്ട. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു പൊലാപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഒരു എന്തുണ്ടാക്കി, ഈ നമ്മുടെ നെതർ പോർട്ടല്ലേ അതുണ്ടാക്കി. ഞാനാണെങ്കിൽ നെതറുമ്മ പോയിട്ടാണെങ്കിൽ ക്വാർട്സ് കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ ഒബ്സർവർ ഉണ്ടാക്കി. ഒബ്സർവറിൻ്റെ വലിയ പണിയാ. ഇപ്പം തൽക്കാലത്തേക്ക് നീ ഇവിടെ വർക്ക് ആവേണ്ട. ഇപ്പം തൽക്കാലത്തേക്കൊരു ഡബിൾ ചെസ്റ്റോ അല്ലെങ്കിൽ ഒരു 5 ചെസ്റ്റെങ്കിൽ മിനിമം വേണ്ടി വരും ഇതിന്. ഇപ്പം തൽക്കാലം ഇത് കുറച്ച് ഇവിടെ ആയിപ്പന്നപ്പാ. അയ്യോ, കോപ്പറല്ലേ? ഇവിടെ ഒരു ഐറ്റം സോർട്ടർ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഈ സോംബീൻ്റെ ഫ്ലഷ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഐറ്റം സോർട്ടർ ഉണ്ടാക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് വരട്ടെ. നല്ല ആഗ്രഹമുണ്ട് അതാക്കണമെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇതിൻ്റെ അടുത്തേക്ക് തന്നെ ഞാനൊരു പേര് പറഞ്ഞില്ല. സോംബി സ്പോണ്ടറും കൂടി കണ്ടായിരുന്നു നേരം. സോംബി സ്പോണ്ടറും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ നമുക്ക്. ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ അയൺ കണ്ട ഇവിടെ കണ്ടാലും എടുക്കും ഞാൻ. കാരണം എൻ്റെ അയൺ ഫാം വർക്കാവാത്തതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് ഞാൻ ഇപ്പം. അതന്നെ ആസുന തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? ഒബ്സർവർ അല്ല, റിപ്പീറ്റർ, കമ്പാരറ്റർ അല്ല, റിപ്പീറ്റർ, കമ്പാരറ്റർ, റെഡ് സ്റ്റോൺ വേണം. എടുത്തിട്ട് വരാം. ഒരു 5-6 എടുക്കാം. അതാണ്ട് ഓക്കെ, അപ്പം ഇതൊന്നും ബ്രേക്ക് ചെയ്യാതെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. റിപ്പീറ്റർ, കമ്പാരറ്റർ, റെഡ് സ്റ്റോണ്, ഹോപ്പർ എന്നിവ സാധനങ്ങളാണ്. അപ്പം തൽക്കാലത്തേക്ക് എടുത്തിട്ടില്ല. അതിന് മുമ്പ് നമുക്കിത് പൊട്ടിച്ചാണ്, അല്ലെങ്കിൽ ഫുള്ള് പണിയാവും. ഈ ആദ്യം കമ്പാരറ്റർ എടുത്തിട്ട് ഇവിടെ വെക്കണം അല്ലേ? അങ്ങോട്ട് നോക്കിയിട്ട് ഓക്കെ അത് സെറ്റ്. അതിന് മുമ്പ് പ്രശ്നമാവോ എന്നൊരു സംശയം. എന്താണെന്ന് വെച്ചാൽ നമുക്കണ്ട് ഈശ്വരാ നന്നായി വരണേ. റോട്ട് ഓഫ് ഫ്ലഷ് ഇല്ല. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചാൽ ആവുന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നമുക്ക് ഇതാണ്ട് ഇതും കൂടി ഇങ്ങോട്ടേക്ക് വേണ്ടി വരുമായിരിക്കും അല്ലേ? വരുമായിരിക്കും എന്നല്ല വരും. ഓക്കെ, അപ്പം ഇത് വെട്ടി എൻ്റെ മുകളിൽ വെച്ച് ഇടുന്നോണ്ട് വീണാൽ വെള്ളമാണ് ഫുള്ള്. ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ, ഇല്ല ഭാഗ്യം. ഓക്കെ, ഇതിങ്ങനെ താഴത്തേക്ക് നോക്കിയിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് ആയോ? ഇതിങ്ങനെ വെച്ച് ഇത് നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. നോക്കാം നമുക്ക് നോക്കാം. സമയം ഇരിക്കുന്നല്ലേ?
ഇന്ന് ഞാൻ ഇത് തീർത്തിട്ടേ പോവാനുള്ളൂ. അതിന് നമ്മളെ ഇതെടുത്തേണ്ട കാര്യം ഇതെടുത്തിച്ച് ചുമരുമാക്ക് നോക്കിയിട്ട് ഇരിക്ക് അടാ ആ ചുമരുമ്മ എന്നെയും കൂടി ഇതെന്നാ നമ്മളിപ്പോൾ ചെയ്യുന്നത് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഐറ്റം സോർട്ടർ. അതായത് നമ്മൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ നേരെ ഞാൻ അവിടെ ലാഭം വെച്ചിട്ട് അതിലേക്ക് പോയിട്ട് കത്തി തീരും. നമുക്ക് വേണ്ട സാധനങ്ങൾ അതായത് ഈ ബോണ്, ആരോസ്, പിന്നെ റോട്ടം ഫ്രഷാണ് മെയിൻ സാധനം. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു മറന്നുമല്ല അതെ ആലോചിച്ചിട്ട് പറയാം. നമ്മുടെ വില്ലേജർക്ക് ട്രേഡ് ചെയ്യേണ്ട അതാണ്. അതിലേക്ക് ഇങ്ങനെ ഇതൊക്കെ വന്നിരിക്കണേ. ഓക്കെ, ട്രേഡ് ചെയ്യേണ്ടത് നമ്മളെ റോട്ടം ഫ്രഷാണ്. അപ്പം റോട്ടം ഫ്രഷ് നമുക്ക് അത്യാവശ്യമായൊരു സാധനമാണ്. നമുക്കിപ്പോൾ തൽക്കാലം വലിയ മോബ് ഫാമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ സ്പോണറാണ് ഇപ്പോൾ നമ്മളെ ബെസ്റ്റ് വഴി. അവിടെ ഇതിൻ്റെ അടിയിലുണ്ടെന്നുണ്ട് ഒരു കമ്പാറ്റർ വെച്ച പോലെ എനിക്കൊരു ഓർമ്മ. എന്താ ഈ സ്വിച്ചിക്കൽ ജസ്റ്റ് വരുമല്ലേ? വരും. അൾട്ടിമേറ്റ് സ്ഥിതി. ഓക്കെ, ആദ്യം നമുക്ക് ഇതാണ്ട് ഇത് കുടിക്കണം. പിക്കാക്സ് ഒക്കെ എടുക്കുക ഇങ്ങനെ തന്നെ ചെയ്യണം. ഒന്നും ചെയ്യാനാവില്ല, നമുക്ക് ഓട്ടോമാറ്റ് ചെയ്യാനാവില്ല. ആവശ്യം ലാഭം വന്നേന്. ഓക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ലാഭ പണി തരുമോ? എന്തോ ഞാൻ ചെയ്യണേ, കുറേ സമയമാണ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടന്മാവന്മാർ വന്നിട്ടുണ്ട്. അവരൊക്കെ തല്ലി കൊല്ലുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടെ ഡ്രോപ്പ് വന്നാൽ നമ്മൾ വിജയിച്ചു. നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് മുകളിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡിം ഇത് കൊള്ളാലോ. കഴിഞ്ഞ ലൂട്ടൊക്കെ കഴിഞ്ഞ് ദമേ ഉണ്ടാവണേ. ഉണ്ട്. ഇതിപ്പോ 7 നേരത്തെ ഇപ്പം എത്രയുണ്ട്? ഇപ്പം 28 നമുക്ക് നോക്കാം. 28 ഇട്ടുള്ളത്. 28 ചൂടുമാരെ ലൂട്ടൊക്കെ എനക്കാ കിട്ടും. എനക്ക് കിട്ടുന്ന ലൂട്ട് ഇതിലിട്ടാലും പോരെ. അവസരം കഴിഞ്ഞില്ലേ? പിന്നെ റോട്ടം ഫ്രഷ് വേണ്ടേ? കേസ് അപ്പം നമ്മൾ 2 അയൺ പിക്കാക്സും ഒരു 2.5 സ്റ്റാക്ക് നമ്മുടെ റോട്ടം ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. അതിനു മുമ്പ്
ഒന്നുകൂടി ചെക്ക് ചെയ്യണം ഇതിൽ എത്ര ഉണ്ടെന്ന്. ഇതിൽ 33 ഉണ്ട്. അപ്പോൾ ഇതിൽ 40 ഉണ്ട്. ഇതിൽ എന്തായാലും ഒന്നും ഉണ്ടാവില്ല, അറിയാം. പിന്നെ ഇതിലേക്ക് നമ്മളെ 2.5 സ്റ്റാക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണ്. നമ്മളെ റോട്ടം ഫ്രഷ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. കൂടാതെ നമ്മൾ ഒന്നുകൂടി നോക്കണം, നമുക്ക് ഇന്ന് ഇട്ട് പേടിയാണ്. 33 ഉണ്ടാക്കും. 33 40 ഓക്കെ സെറ്റ്. 40 ഇതൊക്കെ പൊട്ടിയെടുക്കണേ. ഓപ്പർ വേഗം പണിയെടുക്കൂ. ഇതെന്താണ് ഇവരൊന്നും ചാവാത്ത്? എടി ഇത് കൊറേ ആളുണ്ടോണ്ടാ തോന്നാ ഇത് വേഗം ആരും ചാവാത്തത്. മീസ് കൊണ്ടുവരേണ്ടി വരുമോ? പിന്നെ ഞാൻ അറിയാതെ ആ ചങ്കേസറിൽ നമ്മൾ ടയൽ ചേമ്പർ അറിയാമെന്നും കൂടി നോക്കിയായിരുന്നു. നമ്മൾ ട്രയൽ ചേമ്പറും അധികം ദൂരമൊന്നുമല്ല, നമ്മുടെ ബേസിൻ്റെ താഴെ തന്നെയാണ്. ഇവരൊന്നും ഡ്രോപ്പ് ചെയ്യാത്ത നല്ല കാര്യം ഇൻസ്റ്റൻ്റ്ലി പിക്ക് ചെയ്യുന്നതാണോ? ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലും ഡ്രോപ്പ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒറ്റൊരുത്തനും കൂടി ഇതായിട്ടുണ്ട്. എല്ലാം ഞാൻ അവിടെ നിക്ഷേപിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് എൻ്റെ HP അല്ല XP ഉണ്ടാവണേ. ഉണ്ട് വരുന്നുണ്ട്. 39 അത്രയ്ക്ക് വരുന്നുള്ളൂ. പക്ഷേ അപ്പൊ എൻ്റെ റോട്ടം ഫ്ലഷോ ഇതിലുണ്ടാവും. ഇതിലല്ലെങ്കിൽ ഇതില് അതെന്തുവാ പ്രശ്നം പറ്റിയേ കുട്ടാ? അതിൽ ഞാൻ എന്തെങ്കിലും സുനാപ്പി ചെയ്യാൻ വിട്ടുപോയോ? എൻ്റെ ഓർമ്മയിൽ ഞാനൊക്കെ ഒരു കമ്പാറ്റർ ഇവിടെ എവിടെയോ കുത്തിക്കയറ്റണം. ആ കമ്പാറ്റർ ഞാൻ വെച്ചില്ലെന്ന് തോന്നണോ? എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരു കമ്പാറ്റർ വെച്ചായിരുന്നു. ഇതൊക്കെ ഞാൻ കമ്പാറ്റർ വെച്ചാളാ? അത് ഇല്ലേ എടാ, ഐറ്റംസ് ഓർമ്മ കമ്പാറ്റർ വേണ്ടി. ഇതിന്ന് എടാ അതല്ലടാ പ്രശ്നം. അങ്ങനെ പറ. മനസ്സിലായി. അയ്യോ, അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഒരു ഓപ്പർ കൂടിയിട്ട് കാര്യം. ഓക്കെ. അയ്യോ ബ്ലോക്ക്. ഭാഗ്യം. ഭാഗ്യണ്ട്. വലിയ പോലീസിന്റെ ഭാഗ്യണ്ട്. അതിന് മുമ്പ് ഈ കുഴിഞ്ഞ് വെള്ളം വയ്ക്കാം. എന്നിട്ട് ലാവ എടുക്കാം. എന്നിട്ട് ഇത് പൊട്ടിക്കാം. ഒബ്സർവർ 2 പൊട്ടിക്കുക. റെഡ് സ്റ്റോണും പൊട്ടിക്കുക. എടുക്കുക. ഇതിനെക്കാട്ടി നല്ല കുറേ വഴികളുണ്ടാവും. എന്നാലും ഇതിങ്ങനെ വെക്കുക. അയ്യോ അങ്ങനല്ല, അതിന് മുമ്പ് നമുക്ക് അസുരൻ്റെ പേരെന്തേനോ ഡ്രോപ്പർ. അതെ, ഇങ്ങനെ തന്നെ കൂട്ടുകാരാ, ഇങ്ങനെ തന്നെ. എന്നിട്ടാവുമ്പം ഇത് പൊട്ടിച്ചിട്ട് എന്താണ് ഇതിൻ്റെ ഫേസ് ഉണ്ട്. അതായത് അയ്യോ അതെന്തോ അങ്ങനെ അത് ഇവിടെ ഫുള്ള
സിസ്റ്റം കംപ്ലൈൻറ്റ് ഓക്കെ നമ്മളെ ഇതെടുക്കാം. എന്താ എൻ്റെ കണക്ക് കൂട്ടൽ തെറ്റാറില്ല. അപ്പം ഇതിലേക്ക് ഫില്ലാവുന്നതെന്തേ? എടാ ബോൺ ഫില്ലാവരുത്. ഓക്കെ അതിങ്ങോട്ടേക്കാണ് വരുന്ന ബോൺ. ഞാൻ എന്തോ ബ്രേക്ക് ചെയ്ത് അയ്യോ ബ്രേക്ക് ചെയ്ത്. അത് ശരിക്കും എടി ഇത് ശരിക്കും അവിടെ 60 ബ്രേക്ക് ചെയ്ത് മര്യാദ ഓടിക്കൊണ്ടിരുന്ന ടെക്നോളജി ആയിരുന്നു. ബ്രേക്ക് ചെയ്ത് മിഷൻ ഫെയിൽഡ്. ഇതിലേക്ക് എന്തെങ്കിലും തേങ്ങാപ്പൂളൊന്നുമില്ല. ഇത് ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കണം അല്ലേ? അതൊന്നും നോക്കാല്ല. ഇങ്ങോട്ടേക്കില്ല. നാടൻ്റെ ഞാൻ റിപ്പീറ്റ് എന്തിനും ഉപയോഗിച്ചായിരുന്നൊക്കെ നല്ല ഓർമ്മയുണ്ട്. പക്ഷെ റിപ്പീറ്റാണെങ്കിൽ ഇവിടെ കാണുന്നില്ല. റിപ്പീറ്റർ പോടാ. ഞാൻ എവിടെ ഫുള്ള് പൊട്ടിക്കേണ്ടി വരും. അതേമേ ഇസ്ലാങ്ങനെ പറയലേ പേടിയാവണ്ണ. ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്ന് പോയി കണ്ടാലോ? പ്രോഗ്രാം എന്തിന് ട്യൂട്ടോറിയൽ? ഡോണ്ട് വറി, വി വിൽ മാനേജ് ഇറ്റ്. എടി ഈ ഹോപ്പറിന് താഴോട്ടേക്ക് വരുന്നില്ല. അതാ ശരിക്കും പ്രശ്നം. അതന്നെയാ പ്രശ്നം. അതിനനുസരിച്ച് നമുക്ക് ഇത് പൊട്ടിക്കാം. എന്നിട്ടാവുമ്പം അയ്യോ അത് ഈ ഹോപ്പർ പിക്ക് ചെയ്താ. ഈ ഹോപ്പർ പിക്ക് വെച്ച് അത് ഈ ഹോപ്പർ എത്തിയാ. അത് ഈ ഹോപ്പർ എത്തിയിട്ട് എൻ്റെ ഒരു ഹോപ്പർ എവിടെ? ഞാൻ ഇത് കണ്ടുപിടിച്ചിട്ട് വരടെ. ഒരു 3 മണിക്കൂർ നോക്കാൻ എനിക്ക് കഴിയല്ല. കിട്ടി നാണ്ട കിടക്കണ സാധനം മോനെ. പറ്റി നടന്നത് കണ്ട എവിടെ പ്ലേസ് എവിടെ എനിക്ക് ഉറപ്പിന് 99.99% ഉണ്ടേനും റിപ്പീറ്റ് അവിടെ വെക്കണത്. അതുകൊണ്ട് ഈ ഓട്ടേൻ്റെ ഉള്ളിൽ ഈ തൂട്ടേൻ്റെ ഉള്ളിലാണ് വെക്കേണ്ടത് നമുക്ക്. ഇനി ഇത് മര്യാദക്ക് വർക്കാവേണ്ടതാണ്. എൻ്റെ ഒരു ഇതും പൊട്ടിച്ച് ഒരു ഇൻ്റർനാഷണലിസ്റ്റിക്കൽ ബുദ്ധി വെച്ചിട്ട് അതിനു മുമ്പ് ഇതൊന്ന് സെറ്റ്. എടി ഇതിൻ്റെ ഹോപ്പർ എവിടെ പോയി? അതാണ്ട് ഇവിടെ കിടക്കും. നേരത്തെ നോക്കിയപ്പോൾ ഉണ്ടായിട്ടില്ലല്ലോ. അതെവിടെ പോയി? എന്നോട് പറ അത് അടിയിലെ ഒരു ഇതിൽ പോയി. സന്തോഷം, എന്തൊരു മനസംതൃപ്തി. ബ്ലഡൊക്കെ പോട്ടി വീറ്റൊക്കെ പോട്ടി ചുള്ളി. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഇതാണ്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റാക്കി നമ്മൾ അടക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ സുനേൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇത് നമ്മുടെ ഓട്ടോ ഡംപിങ് മെഷീനാണ്. അതായത് വേണ്ടാത്ത സാധനങ്ങൾ തുപ്പിക്കളയും. അതാണ്ട് ഇവിടെ നമുക്ക് കുയ്യാക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പുള്ളതാണ്ട് ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഓക്കെ ഫസ്റ്റ് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ പഠിപ്പിച്ചത്. സിമ്പിൾ സുനയാണ്, മേടിക്കാനൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ ഈ ഒബ്സർവർ എടുക്കുക. ഒബ്സർവർ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഇതെടുക്കുക, ഈ ഒരു ബ്ലോക്കിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അടുത്ത ഒബ്സർവർ എടുക്കുക. അതിൻ്റെ ആ മൊത്തമുണ്ട് ആ ഒരു
ഒരു പൂച്ചാണ്ടിൻ്റെ പോലത്തെ അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ വെക്കുക. അന്നേരം അവിടെ ഒരു ക്ലോക്ക് ഉണ്ടാകും. ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടോ? എന്നിട്ടാകുമ്പോൾ നമ്മുടെ റെഡ് സ്റ്റോൺ എടുക്കുക. റെഡ് സ്റ്റോൺ എടുത്തിട്ടാകുമ്പം അഗോണി അന്നേരം അയ്യോ അതിങ്ങനെ അല്ലല്ലോ, ഇതിങ്ങനെയല്ല ചേട്ടാ. ഇത് നമ്മളൊരു ബ്ലോക്ക് കൂടി അങ്ങോട്ട് വെക്കണോ? എന്താണെന്ന് വെച്ചാൽ ഈ റെഡ് സ്റ്റോണിൻ്റെ ഒക്കെ ഓരോ സുനിയുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒബ്സർവർ എടുക്കാം, അങ്ങോട്ടേക്ക് വെക്കാം, എടുക്കാം, വെക്കാം. മിനിമം ഒരു ബ്ലോക്കെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക്. അതെന്തുവാ ആയില്ലേ? ഞാൻ ഒരു ബുദ്ധിമാൻ തന്നെ. ഒരു മിനിറ്റ്. ഇനി അയ്യോ ചാവില്ല പ്ലീസ്. എടാ എൻ്റെ അടുക്ക മേത്ത് വയ്ക്കാൻ വെള്ളം ഉണ്ടായില്ലടാ, അതാടാ. വെള്ളം ഉണ്ടായിരുന്ന ഒരു ഡൗട്ടുണ്ട്, പക്ഷെ എൻ്റെ റിയാക്ഷൻ അത് സമ്മതിച്ചില്ല. കാരണം അഥവാ ഞാൻ ഒഴിച്ച്, അഥവാ അത് വല്ല ബഗ്ഗുമായി, അഥവാ എൻ്റെ റെഡ്സ്റ്റോണൊക്കെ പോയതാണ്. അതുകൊണ്ട് എൻ്റെ കൊളോക്കിനിയൽ റെഡ്സ്റ്റോണിഫിക്കേഷൻ. എടാ ഇതിലേക്കൊന്നും പോവാതെ ഇരുന്നാൽ മതിയായിരുന്നു. എടാ എന്തൊക്കെയോ പോയി. അയ്യോ എമറാൾഡ്, അയ്യോ എൻ്റെ 30 സംതിങ് എമറാൾഡ് പോയടാ. എമറാൾഡ് പോയടാ. എൻ്റെ ആർമർ പോയി, എമറാൾഡ് പോയി. എന്നാലും നമ്മൾ ഇത്രയും പ്രോഗ്രസ് ചെയ്തില്ലേ. അതിന് എൻ്റെ ബക്കറ്റ് എടുത്തിട്ടാവുമ്പം എടാ ബക്കറ്റ് പോയിട്ടില്ല. കൊളോണിഫിക്കേഷണൽ ആപ്ലിക്കേഷൻ. ഓക്കെ. അയ്യോ ഇല്ല, കുയ്യൊക്കെ അടച്ചേക്കാം. അടുത്ത പണി. പിന്നെ നമുക്ക് സൂചിയെണ്ണം ചെയ്യുന്ന പോലെ മെയിൻ്റെനൻസ് എപ്പിസോഡെന്നും പറഞ്ഞിട്ട് വേറെ തന്നെ എപ്പിസോഡൊക്കെ ചെയ്യണം. നമ്മൾ അടിപിടിച്ചിരിക്കുന്ന പണികളൊക്കെ ചെയ്യാൻ മതി. നമുക്ക് ഇപ്പം ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ നമുക്ക് AFK നിൽക്കാം. അതായത് away from keyboard, അതായത് ഗെയിം തുറന്നിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോലെ ചായയെല്ലാം കുടിച്ച് വരുമ്പോഴത്തേക്ക് എത്ര നമുക്ക് ലൂട്ടായി നോക്കാം. ഇപ്പം ഉള്ളത് ഏതാണ്ട് ഇത്രയുണ്ട്. അതായത് 1 2 3 4 5 സ്റ്റാക്ക് ഉണ്ട്. 5 സ്റ്റാക്ക് ബോണം, 2 3 4 5 സ്റ്റാക്ക് ഏതും എൻ്റെ പേര് ആരോ. ഇത്രയും നമ്മൾ സ്കെൽട്ടനുണ്ട്. നമുക്കാണ്ട് AFK ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, എന്താണ് ഇപ്പോൾ കുറച്ച് സ്ക്രീനിൽ കുറച്ച് ഐക്കൺ വന്നില്ലേ, ഇത് ഓട്ടോ ക്ലിക്കർ എന്ന് പറയുന്നൊരു ആപ്പിൽ നിന്ന് ഞാൻ എടുത്തതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്യും. അതന്നെ വരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്യും, അതിനുള്ള ഓട്ടോ ക്ലിക്കർ. ഓക്കെ, അപ്പം ഇതെടുത്തിട്ടാകുമ്പോൾ നമ്മുടെ ഏതാണ്ട് ഈ പെട്ടെന്ന് ഈസുനുണ്ടോ അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ടാകുമ്പോൾ എന്താണ്ട് ഇത് വെച്ചാൽ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തില്ല ഇപ്പം, പക്ഷെ ആ ഒരു ബ്ലൂ സംഭവം ക്ലിക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലാവാൻ വഴി കുറവാണ് നാളും. ഓക്കെ, പിന്നെ അതിന് മുമ്പ് എനിക്ക് കുറച്ച് സ്റ്റോൺ സോഡ് ഉണ്ടാക്കണം. ഒരു മിനിമം ഒരു 4 സ്ലോട്ടില്ല, അവിടെ 4 മതി. ഇതാക്കിയിട്ട് ഞാൻ വേഗം വരാട്ടെ. ഒരു കുഴപ്പം പറ്റി. എന്ന് വെച്ചാൽ ഇത് കണ്ടോ, കോപ്പർ സോഡ് ഉണ്ടോ?
അതുകൊണ്ട് ഇത് കോപ്പർ സോഡാണ്. ഇതിന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഇതെടുത്ത്. പക്ഷെ ഞാൻ പിന്നെ സ്റ്റോൺ സോഡ് അല്ലാണ്ട് നമ്മുടെ ഇതില്ല അയൺ സോഡ്, അതന്നെ ഒരു പ്രാവശ്യം കൂടി ഞെക്കിപ്പോയടാ. ബാക്കിയിലെ ഫുൾ അയൺ സോഡായി. സങ്കടമൊന്നുമില്ല, എന്നാലും അയ്യം പോയടാ കേസ്. അപ്പം നമ്മൾ ഇതേ നിർത്താം. എന്തെന്നാവാത്ത ഓക്കെ, ഇതിൻ്റെ മുകളിൽ വെക്കണല്ലേ. ഇതേ നിർത്താൻ കുറച്ച് സമയം എന്നിട്ടാവുമ്പോൾ നമുക്ക് അങ്ങനത്തെ സൗണ്ടല്ലേ കുറച്ച് ദൂരെ നിൽക്കുക. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ലൂട്ടൊക്കെ നമ്മളെ കയ്യിലേക്കും വരും. അങ്ങനെ വേണ്ട, ലൂട്ടൊക്കെ കോപ്പറിൻ്റെ കൈകളിലേക്ക് പോയാൽ മതി. ഓക്കെ സെറ്റ്. ഓക്കെ ദൂരേക്ക് വന്നിട്ട് ഓൺ. ഞാൻ ഇപ്പോഴത്തെ ടൈം ഞാൻ കാണിച്ചു തരാം. 8:33. ഞാൻ ഒരു 8:50 ആകുമ്പോഴത്തേക്ക് ഞാൻ വരും. എന്നിട്ടാവുമ്പോൾ നമുക്ക് എന്നിട്ട് നമ്മളെ ലൂട്ട് എത്രയായിരുന്നു നോക്കാം. ഇപ്പം പറഞ്ഞ പോലെ 5 സ്റ്റാക്കാണ്. പിന്നെ ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് നമ്മുടെ സോംബികൾ വരാത്തത്? സോംബികൾ ഉണ്ടല്ലോ, നമ്മളെ സോംബി ഫാം കഷ്ടപ്പെട്ടുണ്ടാക്കിയായിരുന്നല്ലോ. അന്നേരം അതിന് ഞാൻ ഉത്തരം പറയാട്ടെ. ഇതിൽ സോംബി സ്പോണർ മാത്രമേ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ഫാമൊന്നും ആക്കിയിട്ട. ഫാം ആക്കിയാൽ കൊണ്ടുവരാനുള്ള സുനാപ്പികളാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത്. കേസ് അപ്പം നമുക്ക് കണ്ടു പഠിക്കാം. അപ്പം നമ്മൾ 9:45 ആകുമ്പോഴത്തേക്ക് ഇത് സാധാരണ ഞാൻ വെക്കൽ 700 എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇതാക്കുകയെന്ന് വെച്ചാൽ അടുത്തതിന് വന്ന് വീഴാനുള്ള സമയം കിട്ടും. അതായത് കണ്ടിന്യൂസ് ചാവുകയും ചെയ്യും. നമ്മുടെ ഇതധികം പോവില്ല. അതായത് ഡ്യൂറബിലിറ്റി ഒരു നല്ലൊരു ഉപായമാണിത്. അപ്പം നമുക്ക് 8:45 കാണാം. സെറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഏകദേശം നമ്മൾ അരമണിക്കൂർ തന്നെ വന്നിട്ടുണ്ട്. 15 മിനിറ്റ് എന്നും പറഞ്ഞിട്ട്. ഇപ്പം അതാണ്ട് 20 XP ആയിട്ടുണ്ട്. 21. ഇപ്പം 22 ആവോ? ആവേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 22 XP ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടക്ക്. അതുകൊണ്ട് ഇപ്പോൾ 9 മണി ആവുന്നു. അപ്പം നമ്മൾ ലൂട്ടിട്ട് നോക്കിയാൽ 1 2 3 4 5 ഗൈസ്, ഒരു സ്റ്റാക്ക് 47 എണ്ണം കൂടാതെ. എടാ ഇത് എത്രയാളാ? ഈ 4 എനിക്ക് അതിൻ്റെ ഇടക്ക് തന്നെ കിട്ടിയതാണ്. കൂട്ടിക്കോ. 1 2 3 4 5 കൂട്ടണ്ട, 2 സ്റ്റാക്കും. ബ്രോ ഇത് ഇച്ചിരി വിശക്കാണ്. ഇത് പിന്നെ ഒന്നും ഉണ്ടാവില്ല, കാരണം ഇച്ചിരി ഓവർ പവേർഡ് ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. അതിന് മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി നോക്കാം. ഓക്കെ, നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. നമ്മൾ മുകളിലെത്തി. അച്ഛാ സുഖല്ലേ? അവിടെ ബേക്ക്ഡ് പൊട്ടാറ്റോ എമറാൾഡ് തരുമോ? അന്തപ്പോൾ കെട്ടിയിട്ട് എനിക്ക് ഇഷ്ടമായി. ഓക്കെ, പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്. എൻ്റെ സ്കിന്നിവിടെ ആദ്യം ഔട്ട്ഡോർ പറയാം. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.